താങ്കൾ നൽകിയ പരാതിയിൽ എഫ്ഐആർ ഉണ്ട്. അതിൽ പറയുന്ന 4 പ്രതികളുടെ പേര് പ്രേമൻ UK, സക്കറിയ, ചന്ദ്രൻ C, പിന്നെ ഈ വിജയൻ NM. 2014 താങ്കളുടെ പക്കൽ നിന്നും അർബൻ ബാങ്കിൽ പ്യൂൺ ജോലി വാഗ്ദാനം ചെയ്ത് 1 മുതൽ 4 വരെയുള്ള പ്രതികൾ പരാതിക്കാരിൽ നിന്ന് 22 ലക്ഷം രൂപ വാങ്ങുകയും 3 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയും പിന്നീട് വാഗ്ദാനം ചെയ്ത ജോലിയോ ബാക്കി 19 ലക്ഷം രൂപയോ തിരിച്ചു കൊടുക്കാതെ ചതി ചെയ്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ശ്രീ പത്രോസ്, താങ്കളിൽ നിന്ന് പണം വാങ്ങിയത് ആരാണ്? UK പ്രേമനാണ് പൈസ വാങ്ങുന്നത്. പണം വാങ്ങുമ്പോൾ പറഞ്ഞ എന്താണ്? പ്രേമനാണ് പൈസ വാങ്ങുന്നത്. UK പ്രേമൻ പണം വാങ്ങുമ്പോൾ പറഞ്ഞ എന്താണ്? പണം വാങ്ങുമ്പോൾ അർബൻ ബാങ്കിൽ 3 മാസത്തിനുള്ളിൽ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് ആദ്യം 2014 കാലഘട്ടത്തിൽ പൈസ വാങ്ങുന്നത്. എന്തുകൊണ്ടാണ് ശ്രീ പത്രോസ് ഇതിനകത്ത് വിജയൻ NMന്റെ പേര് പ്രതിപ്പട്ടികയിൽ 4-മതായി വരുന്നത്? അത് സാർ, ഞങ്ങൾ 2018 കാലഘട്ടം ആയപ്പോഴത്തേക്കും ജോലി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി. പ്രേമൻ്റെ അടുത്ത് പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ പ്രേമനാണ് വിജയേട്ടൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പ്രേമൻ വിജയൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി അവർ രണ്ടുപേരും 9 ലക്ഷം രൂപ വീതം പറ്റിയിട്ടുണ്ടെന്നും അത് അവർ സമ്മതിക്കുകയും അവരെനിക്ക് എഗ്രിമെൻ്റ് തരുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് നേതാക്കളുടെ പേര് ആ സമയത്ത് ഇവർ പറയുന്നുണ്ടായിരുന്നോ ശ്രീ പത്രോസ്? മറ്റു നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതായത് മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രേട്ടൻ, അത് പ്രേമൻ, പിന്നെ ഈ നമ്മളെ താളൂരുള്ളൊരു പൊതുപ്രവർത്തകനുണ്ട് ജോയി എന്ന് പറയും. ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ടാണ് പോകുന്നത്. ബത്തേരി പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം തീർക്കുന്നത്. അന്ന് പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്ന ആരാണ്? ഞങ്ങൾ ഈ 4 പേര് തന്നെ ഉണ്ടാകുന്നത്. ഞാനും ജോയി, ചന്ദ്രേട്ടൻ, പ്രേമൻ, സക്കറിയ, വിജയേട്ടൻ, അത് തന്നെ, അത്രയും പേര് തന്നെ ഉള്ളൂ. അതൊരു ഒത്തുതീർപ്പ് ചർച്ചയായിരുന്നു. ഒത്തുതീർപ്പ് ചർച്ചയുടെ ഒരു ഫോർമുല എന്തായിരുന്നു ശ്രീ പത്രോസ്? ആ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇവർ രണ്ടുപേരും, പ്രേമ മുഖാന്തരം ഇവർ രണ്ടുപേരും എനിക്ക് എഗ്രിമെൻ്റ് തരുന്നത്. വിജയേട്ടനും സക്കറിയും രണ്ടുപേരും എഗ്രിമെൻറ്റും ചെക്കും അങ്ങനെയാണ് എനിക്ക് തരുന്നത്. ശ്രീ പത്രോസ്, ഈ ഒത്തുതീർപ്പ് ചർച്ച ഏത് വർഷമാണ്? 2022. 2014 താങ്കളുടെ പക്കൽ നിന്ന് പണം വാങ്ങുന്നു. 2022 ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടാകുന്നു. പിന്നീട് 2024 വിജയേട്ടൻ്റെ മരണത്തിന് ശേഷം പരാതി കൊടുക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ് ശ്രീ പത്രോസ്? അതിൻ്റെ ഇടയ്ക്ക് വിജയേട്ടൻ എനിക്കൊരു 3 ലക്ഷം രൂപ തന്നു. വിജയേട്ടൻ 3 ലക്ഷം രൂപ വന്നപ്പോൾ വിജയേട്ടൻ പറഞ്ഞു, ഞാൻ സ്ഥലം വെച്ചിട്ടുണ്ട് 10 എന്നാണ് വിളിക്കുന്നത്, പത്രോസ്, ഈ ജനുവരി 13-ാം തീയതി ബാക്കി നിനക്ക് പൈസ തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിയുന്നത്. ഈ NM വിജയൻ ഇത്രത്തോളം പുതിയ സാമ്പത്തികമായി എന്ന് പറഞ്ഞാൽ ജീവനൊടുക്കൽ മാത്രമല്ല, ഇളയ മകന് വിഷം കൊടുത്തു കൊല്ലുക എന്ന് പറയുമ്പോൾ എത്രത്തോളം വേദനയുടെ ആഴത്തിൽ നിന്ന് ചെയ്തൊരു പ്രവൃത്തിയാകും അത്. അപ്പോൾ ഇളയ മകൻ വിഷം കൊടുത്ത് കൊന്ന് ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള ഗുരുതര സാമ്പത്തിക പരാധീനത വിജയേട്ടനുണ്ട് എന്ന് താങ്കൾക്കപ്പോൾ അറിയാമായിരുന്നോ ശ്രീ പത്രോസ്? എൻ്റെ പൊന്ന് സാറേ, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. വിജയേട്ടൻ എൻ്റെ ദൈവത്തെ പോലെ അത്രയും പ്രായമുള്ളൊരു മനുഷ്യനല്ലേ. ഞാൻ തന്നെ സാറേ എന്ന് വിളിച്ച് അടുത്തിരുന്ന് ആ മനുഷ്യൻ്റെ വർത്തമാനം കേട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 കൊല്ലം തന്നെ ഒന്നും മിണ്ടാതെ തന്നെ പോയത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഈ KK ഗോപിനാഥിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. താളൂരാണ് താമസിക്കുന്നത്. ഇങ്ങനെ ഈ KK ഗോപിനാഥിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. KK ഗോപിനാഥിന്റെ ഇതിലെ ഇടപെടലിനെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? അറിയില്ല സാർ.